അപ്പോൾ ഇന്ന് അത്തംപത്ത് രുചിയിൽ രണ്ടാം ദിവസം ഇന്ന് ചിത്തിരയാണ്. ഇന്നത്തെ രുചി എന്ന് പറയുന്നത് നമ്മുടെ ചേനയും കായയും കൂടിയിട്ടുള്ളൊരു കാളനാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാം, നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ചെറിയ കായാണ്, ഒരു 1/4 കിലോ കായ കാണും. അതുപോലെ തന്നെ അത്രയും തന്നെ ക്വാണ്ടിറ്റിയിലുള്ള ചേനയും, ഇത് രണ്ടും കൂടി നമ്മൾ അരിഞ്ഞെടുത്തു. കായയുടെ കറ കളഞ്ഞ് വെള്ളത്തിലേക്കിട്ട് കറ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കാളനരിയുന്ന പോലെ നീളത്തിൽ കനം കുറച്ച് അരിയുക. അതുപോലെ തന്നെ അതേ വലിപ്പത്തിൽ തന്നെ നമ്മുടെ ചേനയും അരിഞ്ഞ് അതിൻ്റെ കറ കളഞ്ഞ് കഴുകി നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് ആ കഷ്ണങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ അത്യാവശ്യം ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെള്ളം വറ്റി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു തേങ്ങാക്കൂട്ട് റെഡിയാക്കാനുണ്ട്, ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 3-4 കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചേനയും കായയും ഇതേപോലെ ഒന്ന് വെന്തെന്ന് ഉറപ്പ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു തേങ്ങ അരച്ച കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മുടെ ഈ കാളനിലെ ഇതിനകത്ത് അധികം വെള്ളം ആകാൻ പാടില്ല, ഒരു കുറുതായിട്ടിരിക്കണം. അധികം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചേറി പോലെ ആവരുത്, എന്നാൽ തീരെ കട്ടി കുറവും പാടില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം നമ്മുടെ കഷ്ണങ്ങളിൽ ആ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് ഒന്നും കൂടി കുറുതായി വരുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെത്തി നമ്മൾ നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, മീഡിയം ടൈപ്പ് പുളിയുള്ള തൈര്, നല്ല പുളി ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള എടുക്കാം. ഞാനൊരു പകുതി പുളി, അധികം ഓവർ പുളിയൊന്നുമില്ലാത്ത തൈരാണ്, ഒരു 200 ml കാണും. നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തൈര് എടുക്കുക. നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ നന്നായിട്ട് തിളച്ച് വന്ന കറിയിലേക്ക് ഒഴിക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചുറ്റും തിള വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചുറ്റും ഒരു തിള വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വരുന്നൊരു അളവിൽ നറുനെയ്യ് ചേർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക, ചേർക്കുന്നവരുണ്ടാകാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ 2-3 സ്പൂൺ ഒഴിക്കുക. അതിനകത്തേക്ക് കടുക്, അതുപോലെ തന്നെ ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് കീറിയതും അതുപോലെ തന്നെ വേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ കറിക്ക് ഒരു പ്രത്യേക ഒരു മണവും ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് ഒന്ന് നിരത്തി, അതായത് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആയതിനു ശേഷം തണുത്തതിന് ശേഷം ഉപയോഗിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും.